അപ്പോൾ നമ്മൾ ചെയ്ത കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ സി ജിക്ക് ഒരു കിടിലും ഗേൾ ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഗേൾ ഫ്രണ്ട് വീണ്ടും അവിടെ നിന്നാണ് നമ്മളിപ്പോൾ പാസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ അടുത്തൊരു മിഷൻ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. അത് ഏത് മെഷീനാണെന്ന് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ നമ്മുടെ ചങ്കായ OGയുടെ മെഷീൻ തന്നെ നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ OGയുടെ മെഷീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ എപ്പോഴും നമുക്ക് നല്ല രീതിയിലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മെഷീൻസ് കാര്യങ്ങൾ അല്ലെങ്കിൽ ടാസ്ക് കാര്യങ്ങളാണ് അവൻ തരിക. കാരണം അവർക്ക് എന്തായാലും അവൻ്റെ ഡ്യൂട്ടിയുടെ ഇടയിൽ നിന്ന് അവർക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അവനെ ഹെൽപ്പ് ചെയ്യാം. അത് മറ്റേ ടെൻപിന്നി അതേപോലുള്ള കാപാലികന്മാർ നമ്മളെ കൊണ്ട് അടിമപ്പണി ചെയ്യിപ്പിക്കുന്ന പോലെയല്ല. നമ്മുടെ ചെക്കന് വേണ്ടിയിട്ട് നമ്മൾ ആത്മാർത്ഥമായി ചെയ്തു കൊടുക്കുന്ന മെഷീനാണ്. അതുകൊണ്ട് തന്നെ നമുക്കും അത് നല്ല രീതിയിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മെഷീൻ തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ OGയുടെ ഷോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു കോൾ വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അറ്റൻഡ് ചെയ്ത് നോക്കാം. അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ബ്രദറായ സ്വീറ്റാണ് വിളിച്ചിരിക്കുന്നത്. സ്വീറ്റ് പറയുന്നത് ഇപ്പോൾ ഒരു നല്ലൊരു ടൈമാണ്, ടെറിട്ടറി പിടിക്കാനുള്ളൊരു ടൈമാണ്. അപ്പോൾ നീ വന്നതിൻ്റെ റിട്ടേണിങ് നിൻ്റെ തിരിച്ചുവരവ് അവർക്ക് കാണിച്ചു കൊടുക്കാൻ അതായത് ബെല്ലാസ് ഗാങ്ങിന് കാണിച്ചു കൊടുക്കാനുള്ള പറ്റിയ ടൈമാണ്. അതുകൊണ്ട് ഈ ഒരു ടെറിട്ടറി പിടിക്കുന്ന കാര്യം നീ നല്ല രീതിയിൽ ചിന്തിക്കണം. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ആമോ സ്റ്റേഷനിൽ പോയിട്ട് നല്ല ഗണ്ണും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് റെഡി ആയിരിക്കാനാണ് പറയുന്നത് സ്വീറ്റ്. അപ്പോൾ നമുക്ക് എന്തായാലും കോള് ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും OGനെ കാണാൻ വേണ്ടിയിട്ട് ഷോപ്പിലേക്ക് കയറുമ്പോൾ തന്നെ ആദ്യം തന്നെ നമ്മളെ CG ചോദിക്കുന്നുണ്ട് അവിടുത്തെ അറ്റൻഡറോട് നമ്മുടെ OG എവിടെ ചോദിക്കുമ്പോൾ ഏത് OG എന്നൊക്കെ ചോദിച്ചിട്ട് അയാൾ വെറുതെ കളിയാക്കുന്നുണ്ട്. ആ OG ആണോ, അവനെ നമ്മളൊന്ന് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ പ്രൊമോഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് നോക്കുമ്പോൾ എന്താ പ്രൊമോഷൻ വേറൊന്നല്ല, അവൻ്റെ ജസ്റ്റ് ക്ലീനിങ്ങിൽ നിന്ന് ഫ്ലോർ ക്ലീനിങ്ങിൽ നിന്ന് ജസ്റ്റ് ഈ ഫയർ ക്ലീൻ ചെയ്യാനുള്ള ഒരു ഡ്യൂട്ടി ഏൽപ്പിച്ചു. അപ്പോൾ കളിയാക്കി കൊണ്ട് തന്നെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ OG ഇപ്പോൾ ഫ്രൈയും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാണ്. OG എന്ന് പറയുമ്പോൾ ഈ GTA San Andreasൽ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ളൊരു പേഴ്സൺ തന്നെയാണ്. എന്ത് കാര്യം ചെയ്യുമ്പോൾ തന്നെ അവർക്ക് അതിൽ 100% അവൻ്റെ ആക്റ്റീവ് അല്ലെങ്കിൽ അവൻ്റെ എനർജി ഇട്ടുകൊണ്ട് തന്നെയാണ് എന്ത് ചെറിയ കാര്യമായിക്കഴിഞ്ഞാൽ. OGയുടെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാഡ് ഡോഗ്, അഥവാ നമ്മൾ കുറച്ച് മുന്നേ ചെയ്ത OGയുടെ മെഷീനിലെ ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, അതിലത്തെ മാഡ് ഡോഗ് എന്ന ഗ്യാങ്ങിലത്തെ മാനേജർ എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്. അവൻ്റെ ഒരു അവാർഡ് ഫങ്ഷനും കാര്യങ്ങളും ഇന്ന് നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നീ പോയിട്ട് അവിടെ ഒരു ഡ്രൈവറെ പോലെ കോസ്റ്റ്യൂമൊക്കെ ചെയ്തൊരു കാറുമായിട്ട് അവരുടെ കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് തട്ടിയെടുത്ത് പോയിട്ട് അതിലെ ഡ്രൈവറായി നീ അവിടെ ചെന്ന് ഈ പറഞ്ഞ മാഡ് ഡോഗിൻ്റെ മാനേജറെ നീ പിക്ക് ചെയ്ത് നേരെ കൊണ്ട് കടലിൽ തള്ളാനുള്ള ടാസ്ക്കാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടാസ്ക്കാണ് ഇപ്പോൾ നമ്മുടെ OG നമുക്ക് വേണ്ടിയിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ സന്തോഷത്തോടു കൂടി തന്നെ നമുക്ക് ആ ടാസ്ക് ചെയ്ത് തീർക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളും എല്ലാ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ OG നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ മെഷീനിലോട്ട് കിടക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആ ഒരു മാനേജറുടെ ഡ്രൈവറുടെ കാറ് അത് നമുക്ക് സ്റ്റീൽ ചെയ്തെടുത്ത് അത് നല്ല രീതിയിൽ ഡാമേജും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഫുള്ള് സർവീസും കാര്യങ്ങളും ചെയ്തിട്ട് നമുക്ക് എടുക്കണം. നമുക്ക് എന്തായാലും ഒരു റാൻഡം കാറ് ബർഗർ ഷോപ്പിൽ തന്നെ ഒരു കാറ് നോർമൽ കാറ് ഓപ്ഷന് തട്ടിക്കഴിഞ്ഞപ്പോൾ വാണ്ടഡ് ലെവൽ 1 കയറും. അപ്പോൾ നേരെ നമുക്ക് അവനെ പിടിക്കാനുള്ള വഴിയിലേക്ക് പോവാം. ഇത് കൊള്ളാലോ, ഞാൻ നോർമൽ കാറാന്ന് ചോദിച്ചിട്ട് എടുത്തത്, പക്ഷെ അത്യാവശ്യം നല്ല സ്പീഡുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ മെയിൻ റോഡ് ഹൈവേ എന്ന് തോന്നുന്നു, കുറച്ച് വീതിയുള്ള റോഡാണ്. ഓക്കെ, നമുക്ക് ആ കാർ വേണ്ട, കുറച്ചുകൂടി സ്പോർട്ടി ആയിട്ടുള്ളൊരു കാർ കിട്ടിയിട്ടുണ്ട്, അതിൽ നമുക്ക് പറയാം. അടുത്ത് ഇനി അവൻ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൊടുക്കാം. ഓക്കെ, റിയാക്ട് ചെയ്തിട്ടില്ല, അപ്പോൾ നമുക്ക് നൈസായിട്ട് എടുത്ത് പോകാം. അപ്പോൾ ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് സൂപ്പർ കാറാണ് ഈ സാൻ ആൻഡ്രിയാസിലത്തെ. ഇത് മാത്രമല്ല, ഇതിനേക്കാൾ അടിപൊളി കാറുകളുണ്ട്. തൽക്കാലം ഇത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ വേറൊരു ബർഗർ ഷോപ്പിൻ്റെ അവിടെയാണ് ആളുടെ കാർ ഇരിക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ആളുടെ വണ്ടി സ്റ്റീൽ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ആളെ കില്ല് ചെയ്തിട്ട് ആ കാർ കൊണ്ട് നമുക്ക് പോകാം. കില്ല് ചെയ്യാൻ നോക്കുമ്പോൾ എന്തായാലും കാറിൽ ബുള്ളറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കാർ എന്തായാലും ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഡാമേജ് ആയിക്കഴിഞ്ഞാൽ തന്നെ അത് അപ്പം തന്നെ സർവീസ് ചെയ്യണമല്ലോ. അത് ഡാമേജ് കാർ ആയിട്ട് കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ഈ മാഡ് ഡോഗിൻ്റെ മാനേജർക്ക് നല്ല ഡൗട്ട് തോന്നി നമ്മുടെ മെഷീൻ ഫെയിലാവാൻ ചാൻസ് വളരെ കൂടുതലാണ്.
നമുക്ക് എന്തായാലും അലക്കാം. നൈസായിട്ട് പോയിട്ട് ഇവരൊപ്പം സംശയം തോന്നാത്ത പോയിട്ട് നമുക്ക് അലക്കാം. നമുക്ക് എന്തെങ്കിലും കണ്ണുകൊണ്ട് തന്നെ പടയും. എന്നിട്ട് കാർ സർവീസ് ചെയ്താൽ ബാക്കിൽ പോലീസ് ഉണ്ടാകുന്നുണ്ട്. അവിടെ നിൽക്കുകയാണെങ്കിൽ എന്തായാലും നമ്മളെ അറസ്റ്റ് ചെയ്ത് തരണം, ഉറപ്പാണ്. 100% ഉറപ്പാണ് ആ കാര്യത്തിൽ. നമുക്ക് നൈസായിട്ട് അവരൊന്ന് ഡിസ്ട്രാക്ട് ചെയ്തിട്ട് നേരെ പോയിട്ട് കാർ എടുക്കണം. ഇവിടെ ഉണ്ട്. നമ്മൾ ഗണ്ണ് യൂസ് ചെയ്ത കാരണമാണ് അവർ എപ്പോഴും ഈ പുറകെ വരുന്നത്. ഗണ്ണ് യൂസ് ചെയ്തില്ലായിരുന്നെങ്കിൽ അവർ ജസ്റ്റ് കൈ കൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റിക്ക് കൊണ്ട് മാത്രമേ അവർ അറ്റാക്ക് ചെയ്യുള്ളൂ. ഗണ്ണ് യൂസ് ചെയ്ത കാരണമാണ് അവർ ഇങ്ങനെ നല്ല രീതിയിൽ അഗ്രസീവായിട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സർവീസ് സെൻറ്ററിൽ നമ്മൾ വണ്ടി കയറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു $100 കൊടുത്തിട്ട് നല്ല രീതിയിൽ വണ്ടി പണി തീർത്തിട്ടുണ്ട്. ഇതാണ് വണ്ടിയുടെ നമ്മുടെ ലുക്ക് വരുന്നത്. അപ്പം നമുക്ക് നേരെ അവാർഡ് ഫംഗ്ഷനിലേക്ക് പോകാം. അവാർഡ് ഫംഗ്ഷനിലേക്ക് നേരെ പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൊക്കേഷൻ ഉണ്ട്. അവിടെ ആദ്യം പോയിട്ട് വേണം വണ്ടി അവിടെ പാർക്ക് ചെയ്ത് നിർത്താൻ. 2 കാറുകളുണ്ട് അവിടെ. അപ്പോൾ അതിൻ്റെ സെൻട്രലായിട്ട് നമ്മുടെ വണ്ടിയിലാണ് മാനേജറും അവൻ്റെ ഗേൾഫ്രണ്ടും കൂടി കയറുക. തൊട്ടിത്തരം കാണിക്കുന്ന ആളുടെ ഗേൾഫ്രണ്ട് ആയതുകൊണ്ട് നമുക്ക് അവരുടെ ലൈഫിന് വലിയ കെയറിങ് കാര്യങ്ങളൊന്നും കൊടുക്കണ്ട. ചാവട്ടെ അങ്ങനെ വിചാരിക്കാം. അപ്പോൾ അവിടുത്തെ ഈ 2 വണ്ടിയിലത്തെ ആൾക്കാർ തന്നെ വാക്കി ടോക്കി കൂടെ നമ്മളോട് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ പറയുന്ന അവാർഡ് ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലം. അപ്പോൾ അവരുടെ അവാർഡും കാര്യങ്ങളൊക്കെ മേടിച്ച് ചെക്കൻ കുളിച്ച് കുട്ടപ്പനെ റെഡിയായി നിൽക്കുന്നുണ്ട് നേരെ കടലിൻ്റെ ഉള്ളിലേക്ക് പോകാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് നൈസായിട്ട് മൂവ് ചെയ്ത് തുടങ്ങാം കേട്ടോ. അപ്പോൾ കറക്റ്റ് ഈ പറഞ്ഞ 2 വണ്ടികളുടെ ഇടയിൽ തന്നെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കണം. അതാണ് ഇതിലിപ്പോൾ അവർ പറയുന്നത്. എങ്ങാനും വണ്ടി അവിടെ തട്ടണമെങ്കിൽ വീണ്ടും വണ്ടി ഡാമേജ് ആവും, നമുക്ക് വീണ്ടും ടാസ്ക് ആവും. ചിലപ്പോൾ മെഷീൻ ഫെയിലായി തന്നെ വരാം. അപ്പോൾ ആ കാണുന്നൊരു റെഡ് കളറുള്ള ബിൽഡിങ്ങാന്ന് തോന്നുന്നു. ഓക്കെ, അത് തന്നെയാണ്. നമുക്ക് നൈസായിട്ട് ഒന്നും അറിയാത്ത പോലെ അവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ വണ്ടി കയറി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫുള്ള് ലോക്ക് ചെയ്യാം. അവരെ തുറക്കാത്ത രീതിയിൽ നമുക്ക് ലോക്ക് ചെയ്യാം, ഡോറും കാര്യങ്ങളൊക്കെ. അവരൊന്ന് കയറി കിട്ടിയാൽ മതി. ഒരുപാട് ഗാർഡ്സ് ഉണ്ട് അവർക്ക്. ഒരു ഗ്യാങ് മെമ്പർ ആയതുകൊണ്ട് തന്നെ, ഗ്യാങ്ങിൻ്റെ മാനേജർ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഗാർഡ്സും കാര്യങ്ങളും സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മാഡ് ഡോഗ് മാൻഷൻ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് പോകാനാണ് മാനേജർ പറയുന്നത്. അപ്പോൾ CJ പറയുന്നുണ്ട് അങ്ങോട്ടല്ല നമ്മളിപ്പോൾ പോകണേ, നേരെ കടലിൻ്റെ അടിത്തട്ടിക്കാണ്. റെഡി ആയിരുന്നു പറയുന്നുണ്ട്. മക്കളെ നിങ്ങൾക്ക് റെഡി ആയിരുന്നു. മാൻഷനും കാര്യങ്ങളൊക്കെ ഒന്നും നമ്മൾ പോകണ്ട, നേരെ കടലിൻ്റെ ഉള്ളിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ കുളിച്ച് ഒന്ന് റെഡിയായി ഫുള്ള് സെറ്റായിരുന്നു പറഞ്ഞ് CJ ഒരു ഊക്കും കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. നമുക്ക് നേരെ വിടാം. അപ്പോൾ അവിടെ ഒരു എന്താ പറയുക കടൽപ്പാലമുണ്ട്. കടൽപ്പാലത്തിൻ്റെ ഉള്ളിൽ കൂടെ നേരെ ഒഴിച്ച് പോയിട്ട് വേണം ഇവരെ നേരെ കാർ കൊടുക്കണം. ഇവിടെ ഇവരെ കാറല്ലേ, കുഴപ്പമില്ല. കാർ കൊടുക്കുന്നിവിടെ അവിടെ ആ കടലിലേക്ക് എടുത്തെറിയാൻ വേണ്ടിയിട്ട്. ഇതാണ് ഫുൾ സ്പീഡിൽ തന്നെ നമുക്ക് ത്രോട്ടിൽ കൊടുക്കാം. നമുക്ക് അതിന് വേണ്ടി ചാടണം. ഞാൻ മോനെ. അപ്പോൾ മാനേജർ തീർന്നു, ഗേൾഫ്രണ്ടും തീർന്നു. അതാണ് CJ. ഓക്കെ, മച്ചാനവിടെ പൊങ്ങി കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ മെഷീൻ കംപ്ലീറ്റ് ആയി. വേറെ ആരും ഇപ്പോൾ നോക്കണവരൊന്നുമില്ല. വെറുതെ കംപ്ലീറ്റ് ആയിട്ട് കാര്യമില്ലല്ലോ. എന്തായാലും അവിടെ വണ്ടിയുണ്ട്. ലോഞ്ചർ വെച്ചൊന്ന് തകർക്ക് തന്നെ വേണം. ഓക്കെ, ഒരു സാറ്റിസ്ഫാക്ഷനായി. അപ്പോൾ ഗൈസ്, ഇത്രയാണ് ഇന്നത്തെ മെഷീൻ. അത്യാവശ്യം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മെഷീൻ തന്നെയാണ്. GTA San Andreasൽ വെച്ചിട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് മെഷീനാണ് ഇത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി അടുത്തൊരു വീഡിയോ വേണ്ടി കാണുന്നവരെ ബൈ.